എന്താണ് ഇവിടെ വെറുതെ ഇരിക്കണ? എത്ര ദിവസം ജിമ്മിൽ വന്നിട്ട്? ഡെയിലി വരുന്നുണ്ട്, എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ എന്തിനാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഡെയിലി? നിങ്ങള് വാട്ട് ഈസ് എ ബെനിഫിറ്റ്? ടു കീപ് അവർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ എനർജി, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. മാൻ, എത്ര ദിവസം ജിമ്മിൽ വന്നിട്ട്? ഞാനിപ്പോ ഒരു 2-3 ആഴ്ചയായി തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട്? സൂപ്പറാണ്. എന്ത് സൂപ്പറാ? നല്ല മാറ്റമുണ്ട്. ആർക്ക്? ചേട്ടാ, വർക്കൗട്ടിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാണ്. ചേട്ടൻ ഇപ്പൊ എത്ര നാളായി വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട്? ഞാനിപ്പോ കണ്ടിന്യൂസ് വരാൻ തുടങ്ങിയിട്ട് ഒരു 4 to 6 months ആയി. ഒരു വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു ഫീൽ? നമുക്ക് അന്നത്തെ ദിവസം ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് റിലീഫ് ആവും, ടെൻഷൻസ് ഉണ്ടെങ്കിൽ. പിന്നെ മെയിൻലി നമ്മൾ ഈ ടീനേജേഴ്സ്, ഇവരിപ്പോഴത്തെ കാലഘട്ടം അറിയാലോ. ഞാൻ ടീനേജായി. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ, എല്ലാവരും ഡ്രഗ്സിലേക്കൊക്കെ പോണേ. അപ്പോൾ മാക്സിമം ചെറുപ്രായത്തിൽ തന്നെ ജിമ്മിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അല്ല, ഇത്ര നേരം വർക്കൗട്ട് ചെയ്യായിരുന്നു, പക്ഷെ നമ്മൾ വന്നാണ്ടപ്പോ ഇനി അടിക്കണ്ട, ഞാൻ ഒന്നും ചോദിക്കണ്ട. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യാം? വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ എല്ലാരും വർക്കൗട്ട് ചെയ്യണമെന്നല്ലേ പറയാം? അതൊന്നും 2 മാസമായിട്ട് വരാത്ത ജിമ്മില്? 2 മാസം വീടിന്റെ റിനോവേഷനായില്ല. ഓക്കെ, നമ്മളെല്ലാവരും എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒരു ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഹെൽത്തി ബോഡിക്കും ഒരു ഫിറ്റ്നസ്സിനും വേണ്ടിയാണ് ഞാൻ വർക്കിങ് ചെയ്യുന്നത്. ജിമ്മിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആരും ചെയ്യാത്തതായിട്ടുള്ള വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ചോദിക്കാവുന്ന. റെസ്റ്റ് ചെയ്തോ മതി. എന്താ ഇന്ന് ലെഗ് ചെയ്യാൻ? ലെഗ് ചെയ്യണമല്ലോ. ലെഗ് എല്ലാവർക്കും എന്താ പേടി? ലെഗാണ് ഏറ്റവും മാത്രം പേടിയായി. അടിപൊളിയാണ്. അപ്പൊ എല്ലാരും വർക്കൗട്ട് ചെയ്യണമെന്നല്ലേ നേരാണ്? എന്തിനു വർക്കൗട്ട് ചെയ്യണം എല്ലാവരും? വർക്കൗട്ട് ചെയ്യണത് നല്ലതാണ്. നല്ല എനർജി ഫ്രീ ആവും, എനർജി കിട്ടും, ടെൻഷൻ ഫ്രീ ആവും. വർക്കിന് പോണായിരിക്കും, വർക്ക് പ്രഷർ കുറയും. അപ്പൊ അത് നോക്കി പറഞ്ഞ പിന്നെ എനിക്ക് ലെഗ് വർക്കൗട്ട് ആണ്, പക്ഷെ നമ്മൾ ചെയ്യണില്ല. എനിക്ക് നിന്റെ ഫുൾ എനർജി കിട്ടണം ലെഗ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്ഥിരം ഒരു സെറ്റപ്പിലല്ല, നമ്മുടെ ഇവിടെ വലിയൊരാളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോർഡ് എടുത്തത്. കാരണം ഇതിപ്പോ ഈ സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മൾ ഇന്ന് കുറച്ച് ഹെൽത്തി ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് സെബാസ്റ്റ്യൻ ആശാനാണ്. ആശാൻ ഒരു ഹായ് പറഞ്ഞു. നമ്മുടെ അധികം ഓഡിയൻസ് ഒന്നും ഇല്ല, അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് ആണ്. അതെന്ന് വെച്ചാൽ കുറെ ഓഡിയൻസിന് ആശാൻ ഇപ്പൊ കുറെ ഡൗട്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് ആണെങ്കിൽ ഓഡിയൻസ് അല്ല, എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. കാരണം ഈ ഇന്ത്യയിൽ തന്നെ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രി, ഐ മീൻ ടിപ്സ് കൊടുക്കുന്ന ഇൻഡസ്ട്രി ഭയങ്കര പെർസെന്റേജിൽ ലോ ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഞാനിപ്പോ രജനീകാന്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കും എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും മടിയാ. കാരണം അതിന്റെ ലിവിങ് എക്സാമ്പിൾ ആയിരുന്നു ഞാൻ. കാരണം ഞാനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര മടിയാണ്. വേറെ ഉണ്ടല്ലോ, ഞാൻ ട്രെയിൻ ചെയ്ത് മീൻസ് എനിക്ക് ക്ലയൻസ് ഉണ്ട്, പേഴ്സണൽ ക്ലയൻസ് ഉണ്ട്, എനിക്ക് ജിം ഇവിടെ വരുന്ന ക്ലയൻസ് ഉണ്ട്. ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ടയർഡാവും. അപ്പൊ പിന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു വീട് ഉണ്ടാവില്ല. കാരണം അതെല്ലാരും പറയുന്നത് ഇപ്പൊ ചില ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇതായിരിക്കും. എന്ന് വെച്ചാൽ പഴയ കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഫിസിക്കലി ബാലൻസ്ഡ് ആയിട്ടായിരിക്കും, പക്ഷേ ഇൻഫർമേഷൻ ആക്ച്വലി നല്ല ട്രെയിനർ, ഒരു നല്ല ട്രെയിനർ, നല്ല നോളേജുള്ള ട്രെയിനറിനെ കണ്ടറിയാൻ പറ്റും. അയാൾക്ക് കൂടവരുണ്ടാവും, അയാൾ അൺഹെൽത്തി ആയിക്കോളൂ. ഓക്കെ, അത് പ്രൊഫഷണലി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ജിമ്മിന്റെ ഓണേഴ്സ് ഭയങ്കര മസ്കുലായിട്ട് നല്ല, ദാറ്റ് മീൻസ് അവന്റെ കാര്യം മാത്രമേ നോക്കണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ശരിക്കുള്ള റിയാലിറ്റി. അവര് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ബോഡി ബിൽഡപ്പ് ചെയ്ത് ജിമ്മിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഒരു ജിം ട്രെയിനർ, ഒരു ജിം കോച്ച് അല്ലെങ്കിൽ നല്ല ട്രെയിനർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവത്തില്ല. ഹിൽ ബി ബിസി അപ്പോൺ ട്രെയിനിങ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് സ്വയം ട്രെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അയാൾക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാനുള്ള, ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല നല്ല ട്രെയിനറിന്. അത് കുറെ പേര് ഇപ്പൊ ചില റീലൊക്കെ വരുമ്പോൾ കമന്റ് സെക്ഷനിൽ അതങ്ങനെ വരാറുണ്ട്. പിന്നെ മേജർ ആയിട്ട് ഇപ്പൊ കുറെ പേര് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എന്നാലും ഇപ്പൊ വളരെ കോമൺ ആയിട്ട് അവർ സെല് ചെയ്യുന്ന കോമൺ ആയിട്ട് സെല് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താ പറയാ, ക്രിയാറ്റിൻ. എല്ലാവർക്കും എടുക്കാം, സപ്ലിമെന്ററി ക്രിയാറ്റിൻ എടുക്കാം, പ്രോട്ടീൻ എടുക്കാം. ഇപ്പൊ ഞാനൊക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ പറയും വർക്കൗട്ട് ചെയ്യണം, പക്ഷെ എൻ്റെ എഡിറ്റർ കാണിച്ചു തരും ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് സ്ലിം ഇപ്പൊ പിന്നെ കുറച്ച് വണ്ണം വെച്ചു, പക്ഷെ അത് കുറയ്ക്കാവുന്നുള്ളൂ. ഞാൻ അപ്പോൾ ഈ വേ പ്രോട്ടീൻ എടുക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനീഷ്യലി. കാരണം എന്തിനാ വേ പ്രോട്ടീൻ എടുക്കണം? കാരണം എന്താ വെച്ചാൽ നമ്മൾ പല മിത്തുകൾ കേട്ടിട്ടുണ്ട് വേ പ്രോട്ടീനെ പറ്റിയിട്ട്. ഒന്ന് പ്രധാനമായിട്ടുള്ളത് കിഡ്നി അടിച്ചു, രണ്ടാമത്തത് കുറച്ചുകൂടെ കടന്നു പോയിട്ട് പറയും പിള്ളേരുണ്ടാവില്ല അത്, പിന്നെ കൂടാതെ പറയും. കാരണം ഈ പറയുന്ന ആൾക്കാരെല്ലാരും കള്ളുണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ സെറ്റിൽ ചെയ്യുന്നുണ്ടോ, അവര് പറയുന്നതാണ് വേ പ്രോട്ടീൻ എടുത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്താണ്. ആശാൻ പറ വേ പ്രോട്ടീൻ എന്താണ്? ഓക്കെ, നമുക്ക് ബേസിക്കലി ഞാൻ പറയാം. ഈ ജിമ്മുകളിൽ സപ്ലിമെന്റ്സ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെക്കും. ജിമ്മിൽ പറഞ്ഞവർക്ക് അടുത്ത് പറയും നിങ്ങൾ ഇന്ന പ്രോഡക്റ്റ് എടുക്ക്. ചില എനിക്ക് അറിയാവുന്ന ജിം ഓണേഴ്സ് ഉണ്ട്, വരുമ്പോഴത്തേനും നിങ്ങൾ ഇന്ന പ്രോഡക്റ്റ് എടുക്കണം എന്ന് കമ്പൾസറി അവരെ കൊണ്ട് അടിച്ച് കേൾപ്പിക്കും. ഇനി ബേസിക്കലി ഇതിന്റെ കുട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളിന് അയാൾക്ക് മസിൽ ടിഷ്യൂസ് ടയർ ചെയ്യണം ആക്ച്വലി. ഓക്കെ, ഇഞ്ചുറി വർദ്ധന ആക്ച്വലി മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ആവണം. ഇനി അത് റിപ്പയർഡ് ആവുമ്പോഴാണ് ആ സെല്ലുകൾ മൾട്ടിപ്പിൾസ് ആവണത്. ഓക്കെ, ഇനി റിപ്പയർ ചെയ്യണ പ്രൊഡക്റ്റ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന റിപ്പയറിങ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോട്ടീൻ ബേസിക്. ഓക്കെ, പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ അബ്സോർവ് ആയി അത് ബ്രേക്ക് ഡൗൺ ആയി അമിനോ ആസിഡ്സ് ആയി മാറിയിട്ടാണ് നമ്മുടെ മസിൽ സെല്ലുകൾ റിപ്പയർ ചെയ്യണത്. ഓക്കെ, അപ്പോഴാണ് സെല്ലുകൾ മൾട്ടിപ്ലൈ ആയത്, അത് ഹെൽത്തി സ്ട്രെങ്തൻ ആയി വരുന്നത്. ഓക്കെ, അത് വേറെ കാര്യം. ഇനി നമ്മുടെ ഓരോരുത്തരുടെ ഹൈറ്റ് വെയിറ്റ് അനുസരിച്ച് അവർക്ക് റിക്വയർമെന്റ് ഉണ്ട് ഇത്ര ഗ്രാം പ്രോട്ടീൻ പെർ ഡേ വേണമെന്നുള്ളത്. അത് നമ്മൾക്ക് ഒരു നോർമൽ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് അത്രയും ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ ഡേ കൺസപ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സ്പെൻസീവ് ആണ്. അവർക്ക് ഫുഡിൽ നിന്ന് അത്രയും പ്രോട്ടീൻ കയറണമെന്നുണ്ടെങ്കിൽ അതാ ഞാൻ ചോദിക്കണം. ഇപ്പൊ ഒരു 75 kg ഉള്ള ഒരാൾക്ക് അങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ ആ റിക്വയർമെന്റ് ടാലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും സെർവിങ് സൈസ്. ഒരു സെർവിങ്ങിൽ ഇത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. ഇപ്പോൾ 30 ഗ്രാം സ്കൂപ്പിൽ ചിലപ്പോൾ 22 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും വേ പ്രോട്ടീനിൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവന് ഇപ്പോൾ ഈ മേടിക്കുന്ന ആള് ആ കൺസപ്ഷൻ ചെയ്യേണ്ട ആള് ഫുഡിലൂടെ എത്രത്തോളം ഗ്രാം പ്രോട്ടീൻ കയറുന്നുണ്ട്, ഇനി ആകെ റിക്വയർമെന്റ് ടച്ച് ആവുന്നില്ല എങ്കിൽ മാത്രമേ ആൾ സപ്ലിമെന്റ്സ് ആ വേ പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ നോക്കിയപ്പോ ഒരാള് ആദ്യമായിട്ട് ജിമ്മിൽ വന്ന് വെയിറ്റ് ലോസ് ആണ്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ വെയിറ്റ് ലോസ് ആണ് കൂടുതലായിരുന്നു. വെയിറ്റ് ലോസ് നോക്കുന്ന ഒരാള് വന്നു. ആളിപ്പോ എന്റെ കേസ് തന്നെ എടുത്തു. ഞാൻ ഇപ്പൊ ഇത്ര ഹൈറ്റില് ഒരു 5 അടി 2 അടി 5'2" എനിക്ക് 3 ചെറുതായി പോയി. ഞാൻ കുറച്ച് ഇല്ല. അപ്പൊ അത്ര ഹൈറ്റുള്ള ഒരാള് ഞാനിപ്പോ ഒരു 102-105 kg ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ 105 kg ഉള്ള എനിക്ക് ഇപ്പൊ നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു 75 kg. അപ്പൊ ആ 75 kg എത്ത മസിൽ ബിൽഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, വെയിറ്റ് ബോഡിയിൽ എക്സസ് ആവുന്നത് നമ്മൾ കലോറി കൺസപ്ഷൻ കൂടുമ്പോൾ, അതായത് നമ്മൾ കഴിക്കുന്ന കുറച്ചുള്ള എനർജി ലെവലും ബോഡിയിൽ കൂടുമ്പോഴാണ് നമുക്ക് വെയിറ്റ് എക്സസ് കലോറി ബോഡി സ്റ്റോർ ആകുമ്പോൾ ഫാറ്റായിട്ട് കൺവേർട്ടായി അത് നമ്മുടെ ബോഡി വെയിറ്റിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്രയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. ഒരു ഹൈറ്റിന് അപ്പൊ അഖിലിന്റെ 5'2" ആണ് ഹൈറ്റ് എങ്കിൽ നിയർലി 150 എത്ര ഉണ്ടോ 150 സെന്റിമീറ്റർ 160 സെന്റിമീറ്റർ ആണെങ്കിൽ നിന്റെ ഐഡിയൽ ബോഡി വെയിറ്റ് വരേണ്ടത് 60 to 65 ഇടയിലായി. ഇൻക്ലൂഡിംഗ് മസിൽ. ഇൻക്ലൂഡിംഗ് മസിൽ. അത് ഹെൽത്തി വെയിറ്റ് ആണ്, ഐഡിയൽ വെയിറ്റ് ആണ്. ഓക്കെ, ഇനി ബോഡി ബിൽഡറിന് അയാള് ഒരു അത്ലീറ്റ് ആണ്, ബോഡി ബിൽഡിംഗ് അത്ലീറ്റ് ആകാനാണ് താല്പര്യമെങ്കിൽ ഓരോ കാറ്റഗറീസ് ഉണ്ട്. 60 kg കാറ്റഗറി, 70 kg കാറ്റഗറി. ആ കാറ്റഗറി വൈസ് ആണ് പ്രോട്ടീൻ്റെ അളവ് നമ്മൾ കൺസംഷൻ വരുത്തേണ്ടത്. ഓക്കെ, ഇനി അഖിലിന്റെ നോർമൽ ഒരു ഹെൽത്തി വെയിറ്റിനെ നോക്കുകയാണെങ്കിൽ ഐഡിയൽ വെയിറ്റ് 60 to 65 ആണ്. അപ്പൊ നമ്മൾ ഈ ഇത്രയും kg കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കലോറി കൺസംഷൻ എവിടെയാണ് എക്സ്ട്രാ വരുന്നത് അത് ആദ്യം അറിഞ്ഞിരിക്കണം. അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ കലോറി ഡെഫിസിറ്റ് ആക്കിയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ അത് ആ കൺട്രോളിങ് നമ്മുടെ ഡയറ്റിങ് ആ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടാൽ അവർ കറക്റ്റ് എന്തൊക്കെ കഴിക്കാൻ പറ്റും, ഇത്ര ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ ഇത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ്, ഇത്ര കലോറി കൺസപ്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നിർത്തേണ്ടി കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും എന്നുള്ളത് അവർ പറയും. എന്തൊക്കെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നറിയാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കാണാൻ തുടങ്ങും. ഓക്കെ, ഇനി റിസൾട്ട്സ് നമ്മൾ അത്രയും ഗ്രാം പ്രോട്ടീൻ കൺസപ്ഷൻ വരാതെ വരുമ്പോൾ ഓക്കെ ദേ വിൽ സജസ്റ്റ് യു ടു ടേക്ക് വേ പ്രോട്ടീൻ. അതായത് പറഞ്ഞു ഇപ്പൊ വേ പ്രോട്ടീൻ അപ്പം എടുക്കുമ്പോൾ നമ്മൾ ബേസിക്കലി
നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ നമ്മള് കൺസ്യൂം ചെയ്യാൻ ഹെൽത്തി മസിൽസ് സ്ട്രെങ്ത് ആയത്. നമ്മള് വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ആൾക്ക് മസിൽസ് വീക്ക് ആൾക്കാർ വിചാരം അറിയാം അടിച്ചാൽ മറ്റേ അത് ഭാഷ പറഞ്ഞ നമ്മൾ പണ്ട് ഡിസ്കസ് നമുക്ക് ഫുഡിൽ നിന്ന് എന്താണ് എടുക്കാൻ പറ്റുക, നമുക്ക് നാച്ചുറലി നമുക്ക് എത്രത്തോളം കൺസപ്ഷൻ ചെയ്യാൻ പറ്റും അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഗ്രാം പ്രോട്ടീൻ ഇത്ര ഗ്രാം പ്രോട്ടീൻ ബാക്കി ഇനി ടാലി ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോട്ടീൻ വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. കാരണം ആശം പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മള് ഒരു ബോഡി ബിൽഡർ പെർസ്പെക്റ്റീവിലല്ല അല്ല നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ശരിക്കും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് നാച്ചുറലി എടുത്തിട്ട് പറ്റാത്തത് മാത്രം സപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പൊ അഖിലിന്റെ 160 അല്ലേ വെയിറ്റ് പറഞ്ഞ അല്ലേ, ഹൈറ്റ് സോറി ഹൈറ്റ്. ഓക്കെ, അപ്പൊ ആ അഖിലിന്റെ ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് അനുസരിച്ച് നമുക്ക് എത്രയും പ്രോട്ടീൻ വേണമെന്ന് പറയും. നോർമൽ ഇതിൽ പോവാണെങ്കിൽ ഞാൻ പറയാം അഖിലിന് 160 അല്ലേ, 5'2" അല്ലേ, 5'2", 5'3" ആണോ? ഓക്കെ, ഇതൊക്കെ ആളെ എന്നോട് വർക്കൗട്ട് ചെയ്യുമ്പോൾ പിടിക്കണം. ഓക്കെ, അതല്ല നമുക്ക് അഖിലിന്റെ കലോറി ലെവൽ നമ്മൾ ബേസിക്കലി കലോറി ലെവൽ അഖിലിന്റെ വരുന്നത് നമുക്ക് 1600 കലോറീസ് ആണ് പെർ ഡേ വരുന്നത്. എങ്ങനെ വന്നാലും അഖിലിന്റെ നമ്മൾ നോർമൽ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം രീതികളിൽ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ എങ്ങനെ വന്നാലും ഇതിന്റെ ഡബിൾ കലോറി ആയിരിക്കും ബോഡിയിൽ കയറുന്നത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ഇത്ര അതിന്റെ പകുതി കലോറി നമുക്ക് വേസ്റ്റിലേക്ക് വന്ന് സ്റ്റോർ ആവുന്നതാണ്, എക്സസ് വരുന്നതാണ്. അപ്പൊ ആ കലോറീസ് ബോഡിയിൽ സ്റ്റോർ ആകുമ്പോൾ നമുക്ക് ഇത്ര വെച്ചിട്ട് ഫാറ്റ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ആവുന്നത് എവിടെ, നമ്മുടെ ബോഡിയിൽ ഏറ്റവും മിനിമൽ മൂവ്മെന്റ് വരുന്ന ഭാഗം, അതായത് അടിവയറിന്റെ ഭാഗം, വയറിന്റെ അതാണ് എല്ലാവർക്കും വയറ്റിൽ ആദ്യം തന്നെ വന്ന് ഡെപ്പോസിറ്റ് ആവും. ആക്റ്റീവ് പാർട്സിൽ നമുക്ക് ഇത് ഫാറ്റ് ഡെപ്പോസിറ്റ് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിംഗർ ഇവിടെ നോക്കി, ഇവിടെ ഒന്നും ആർക്കും വീർത്ത് കിട്ടിയിരിക്കില്ല, ബിക്കോസ് അത് എപ്പോഴും ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആക്റ്റീവ് മസിൽസ് ആകുമ്പോൾ സ്കിൻ അവിടെ സ്ട്രെച്ചിങ് വരും, കോൺട്രാക്ഷൻ വരും, എക്സ്പാൻഷൻ വരുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അത് സമ്മതിക്കില്ല ബോഡി. ഓക്കെ, ആ പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ബോഡിയിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും റോഡ് ആക്റ്റീവ്നെസ് വരുന്നത് നമ്മുടെ ലോവർ പാർട്ടിൽ, ലോവർ ആബ്സോൺ. വയറിന്റെ അവിടെ കുറയ്ക്കാന്നാണ് ആദ്യം ആൾക്കാർ ചോദിക്കുന്നത്. അത് ചോദിക്കണം ആദ്യം തന്നെ, അത് നമുക്ക് ഒരിക്കലും സ്പോട്ട് റിഡക്ഷൻ വരത്തില്ല. നമ്മൾ വെയിറ്റ് കുറക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആദ്യമേ ആക്റ്റീവ് കുറവായിട്ടുള്ള ഭാഗമാണ് ഈ മിഡ് കോർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ പെർസെന്റേജ് ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറയുമ്പോൾ, ടോട്ടലി കുറയുമ്പോൾ അവിടെ നിന്നേ കുറഞ്ഞ് വരത്തുള്ളൂ. അങ്ങനെ വരുള്ളൂ. ഓക്കെ, അല്ല അത് കാരണം അതും ഒരു മിത്താണ്. കാരണം മിക്കവാറും വന്നിട്ട് കുറെ പേര് ഈ ആപ്സ് വരാൻ വേണ്ടി ക്രഞ്ചസ് ചെയ്യും, അല്ലെങ്കിൽ ഈ സൈഡ് ഡിപ്സ്. ശരിക്കും വണ്ണുള്ള ഒരു ഈ പറഞ്ഞ എക്സസൈസ് അബ്ഡോമിനൽ വർക്കൗട്ട് ഒട്ടും ചെയ്യാനേ പാടില്ല. ബിക്കോസ് അത് നേരെ ഡയറക്ട്ലി ഹിറ്റ് ആവുമ്പോൾ ലോവർ ബാക്കിലേക്ക് നടുവേന വരാവണ. അതുകൊണ്ടിട്ടാണ് ജിമ്മിൽ പോകണമായിരിക്കും നടുവേന വരുന്നത്. അത് ഓർത്തൊരു മിത്ത്. കാരണം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ സാധനമാണ് ഹൈറ്റ് വെക്കില്ല. അതെ, ഹൈറ്റ് വെക്കില്ല. പിന്നത്തെ ഒരു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫേമസ് ബോഡി ബിൽഡർ ലൈക്ക് ആർണോൾഡ് ഷ്വാർസെനെഗർ, പുള്ളി 61, പുള്ളി വെരി യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പുള്ളിക്ക് കൂടുതലായിരിക്കണ്ടല്ലോ. അത് ഒരു ഐഡിയൽ ഏജ് ഉണ്ടോ? ഇല്ല, നമ്മള് ഫ്രം ഫോർ ബോയ്സ് അവർക്ക് മസിൽ വീക്ക് ആണെങ്കിൽ, ഓക്കെ, വീക്ക് ഓരോരുത്തർ ജനറ്റിക്കലി നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു ഹെൽത്ത് സ്കെയിൽ ഉണ്ടല്ലോ. അപ്പൊ അവര് വീക്ക് മസിൽസ് ആണെങ്കിൽ അവർക്കിടെ സ്ട്രെങ്ത് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് 12 ഇയേഴ്സിന് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് കുറെ വെയിറ്റ് എടുത്ത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കല്ല. അവന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് അവന് വർക്ക്ഔട്ട് എക്സസൈസസ് ചെയ്യും. സ്മോൾ ഡംബിൾസ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് കുഴപ്പമില്ല. എൻ്റെ മോൻ നൗ ഈസ് 21. അവൻ എനിക്ക് തോന്നുന്നു 10-11 ഞാൻ ആർമിയിൽ ആയിരുന്നപ്പോൾ, ആർമി ബോഡി ബിൽഡിംഗ് ടീമിലായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ, പ്രൊഫഷണൽ ഇതിൽ പോകുമ്പോൾ ഞാൻ ഇവനെ കൊണ്ടുപോയി അവിടെ ഗ്രൂപ്പ് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ മക്കളുണ്ടാവും. അപ്പോൾ അവർ ചെറുപ്പം മുതലേ അവൻ കണ്ട് വന്നിട്ട് ഇതാണ്. ദാറ്റ്സ് വൈ ഹി ഫോളോയിങ് മീ. അവൻ ഈ ഫീൽഡിലേക്ക് തന്നെ വരുന്നത്. ജേർണി ഒരു ഐഡിയൽ ഏജിലാണ് നമ്മൾ. കാരണം ഇപ്പൊ നമ്മളും മേജറായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പിള്ളേരും കൊണ്ട് ജിമ്മിൽ കിട്ടണമെന്നല്ല പറഞ്ഞാൽ, അവർക്കിടെ ഹെൽത്ത് നോക്കിയിട്ട് ഇപ്പോൾ വീക്ക് ആണെങ്കിലും അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയ ലൈറ്റ് വെയിറ്റില്ല അവരെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വെയിറ്റ്, ഓക്കെ, ആ വെയിറ്റ് കൊടുത്ത് ചെയ്യാൻ. ഇത് ഇപ്പൊ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് അത് വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല കേട്ടോ, ഏത് സ്പോർട്സിലാണെങ്കിലും അവർക്ക് വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവും. ആ സ്പോർട്ടിന് റിലേറ്റഡ് ഉള്ള വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവും. എഴുതാനും കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ്. ചില ഇപ്പൊ കാർഡിയോ ആണ് മിക്ക ജിമ്മിലും ഫാറ്റ് ലോസ് പറഞ്ഞ ഒരാൾ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനും ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മാസം കാർഡിയോ ചെയ്യിച്ചത്
ഭയങ്കരമായിട്ട് ഇവരെ സ്കിന്നി ആയിട്ട് അസുഖം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് കാർഡിയോ. അപ്പൊ കാർഡിയോ മാത്രം ചെയ്യും. കാർഡിയോ മാത്രം ചെയ്തെന്ന് വെച്ചാൽ വാട്ടർ വെയിറ്റ് അല്ലേ അത് കുറപ്പിക്കണം ബേസിക്കലി. ആക്ച്വലി കാർഡിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ബേൺ ചെയ്യേണ്ട ഒരു കലോറി ഒരു റേഷ്യോ ഉണ്ട്. ഓക്കെ, കാർഡിയോയിൽ നമ്മൾ എക്സോസ്റ്റഡ് ആണ് ആക്ച്വലി. കാർഡിയോ നമുക്ക് റെസ്റ്റ് ഇല്ലാതെ ഹൈ ഇന്റൻസിറ്റി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കാർഡിയോയിൽ നമുക്ക് മസിൽ ലോസ് വരും. അപ്പൊ കാർഡിയോ മാത്രം ചെയ്തു, അതായത് നമ്മൾ മസിൽസ് ലൂസ് ആവും, മസിൽ സെല്ലുകളും ലൂസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ അത് ബാലൻസ് റിക്കവർ ആവാനുള്ള ന്യൂട്രീഷൻ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും. പിന്നെ കാർഡിയോ ചെയ്തിട്ട് നമ്മൾ നല്ല കറക്റ്റ് ന്യൂട്രീഷനിസ്റ്റിനെ ഫോളോ അപ്പ് ചെയ്ത് അവർ കൊടുക്കുന്ന ഡയറ്റ് ചാർട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മസിൽ ലോസ് ഉണ്ടാവത്തില്ല, മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവില്ല. ഇപ്പൊ ചിലർ രാവിലെ വെറുതെ കുറെ ഓടും. അത് എന്ത് എക്സസൈസ് ചെയ്താലും നമ്മുടെ ആക്റ്റീവ് മസിൽസ് ഉണ്ടല്ലോ, അത് റിക്കവർ ആയാലും നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ആ മസിൽ റെഡി ആയിട്ടുണ്ടാവുള്ളൂ. പോസ്റ്റ് 30 ഒരു 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏതാണ് ഏറ്റവും ബെറ്റർ? കാർഡിയോ വിത്ത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്? നമ്മൾ ഹ്യൂമൻ ഇതിൽ റിസർച്ചേഴ്സിൽ പറയണത് എബവ് 40 വരുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് കമ്പൾസറി. എബവ് 50 ആയാൽ ജിമ്മിൽ പോയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ പ്രായമാവും തോറും നമ്മുടെ മസിൽ സെല്ലുകളുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രായം തോറും നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ അത് വരാതിരിക്കണം, ലോഞ്ചിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റ്സ് എടുത്ത് നമ്മൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കുറെ വെയിറ്റ് എടുത്ത് എടുക്കുക ചെയ്യല്ല, ഈഗോ ലിഫ്റ്റ് അല്ല, ഈഗോ ലിഫ്റ്റിംഗ് അല്ല. ഓക്കെ, അത് മറ്റുള്ള വേറെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവന് എന്റെ പ്രായത്തിൽ അവനെ കണ്ട അവൻ അത്രയും പോകുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ അവന്റെ അത്ര വലിയ സ്ട്രെങ്ത് ഉണ്ടാവില്ല, ജനറ്റിക്കലുള്ള സ്ട്രെങ്ത് ഉണ്ടാവത്തില്ലെങ്കിൽ ഞാൻ അവൻ പൊക്കണം എന്ന് പറഞ്ഞിട്ട് ആ വെയിറ്റ് ഞാൻ പൊക്കിയാൽ എനിക്കത് ഇഞ്ചുറി ആവുള്ളൂ. ഞാൻ പൊക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും, പക്ഷെ പൊങ്ങൂല. അതിന് എങ്ങനെയെങ്കിലും അതിന് പൊക്കി കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് അതിനെ ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പൊക്കുമ്പോൾ എന്റെ പോസ്റ്റർ അങ്ങനെ എന്തായാലും തെറ്റും. ഓക്കെ, മാറുമ്പോൾ എനിക്ക് ഇഞ്ചുറി മെയിനായിട്ടും ലോവർ ബാക്കിൽ. അതാണ് വേറെ കാര്യം, പോസ്റ്റർ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രശ്നം അറിയാം. അതെ, എന്ത് ചെയ്താലും നമ്മുടെ ഷോൾഡർ ഒരു ഇത് കയറി. മെയിൻ തിങ് എന്താ അറിയോ, നമ്മൾക്ക് പറ്റാവുന്ന നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് അല്ല ഈ ജിമ്മിൽ വന്ന് കറക്റ്റ് ഗൈഡൻസ് ഇല്ലാതെ ചെയ്യണത് ലിഫ്റ്റ് ചെയ്യണത്. അവർ വന്ന് അവന്റെ കൂട്ടുകാരൻ ഒന്നെങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ ഒപ്പം വർക്കൗട്ടിന് പറഞ്ഞത് ജോയിൻ ചെയ്യണത്. എന്റെ ഫ്രണ്ട് നീ മട ജിമ്മിലാണ് 600 എന്നൊക്കെ പറയും പറഞ്ഞത്. ഓക്കെ, ബേസിക് ഞാൻ കണ്ടു വന്നത് പിള്ളേരുകൾ ഇപ്പൊ കോളേജ് സ്റ്റുഡൻസ് അവര് ഇതൊക്കെ പറഞ്ഞിട്ട് അവന് ഒന്നെങ്കിൽ അവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുമ്പോ എങ്ങനെയെങ്കിലും ഇംപ്രഷൻ ആണല്ലോ അവിടെ ബെസ്റ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് കൂടുതൽ അടുത്തേക്ക് എന്ന് പറയും. ചിലപ്പോ അവൻ ചിലപ്പോ വന്ന് കുറെ ഓടിയിട്ടായിരിക്കും വന്നേക്കണത്. ചിലപ്പോ അന്ന് കുറെ പഠിക്കാണ്ടായി, ചിലപ്പോ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും വന്നേക്കണത്. അപ്പോൾ എന്നാലും ഇവിടെ മീൻസ് വന്നേക്കണ കാര്യം വേറെ ഇതിനായിരിക്കുമല്ലോ. അതെ, മെയിൻലി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും ഇനി എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ആയിരിക്കും, റീൽസ് ഇടാനൊക്കെ ആയിരിക്കും. അവന്മാര് ബോഡി ഡെവലപ്മെന്റ്. ഇപ്പൊ മിക്ക ജിമ്മുകളിലും കണ്ടേക്കണത് യങ്സ്റ്റേഴ്സ് ജിമ്മിൽ പോണത് ഒന്നെങ്കിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും ഇനി ഇംപ്രസ് ചെയ്യാനും. അപ്പൊ എന്താ പറയുക, ഇവർക്ക് കറക്റ്റ് എന്നെ പോലെ നല്ല ആൾക്കാരില്ലേ. പിന്നെ നമ്മള് യങ് ഇതല്ലല്ലോ. ഓക്കെ, നീ അഖില് ജോയിൻ ചെയ്തേക്കണത് എന്തിനാണെന്ന് എനിക്കറിയാം. നമുക്ക് നീ വരുന്നത് എപ്പോഴാന്ന് എനിക്കറിയാം. വെയിറ്റ് കൂടിക്കഴിയുമ്പോഴേക്കും വരുന്നത് പക്ഷെ ശരിയാവൂല, വെയിറ്റ് കൂടി ഇനി പിടിച്ചിട്ട് കിട്ടൂല എന്ന് പറയാൻ അല്ലെ. ഇപ്പൊ കുറച്ചാളെ വന്നിട്ട് ഇനിയിപ്പോ പക്ഷെ ആ റേഞ്ച് എത്തിയിട്ടില്ല, തിരിച്ചു തുടങ്ങാനുള്ള റേഞ്ച് എത്തിയിട്ടില്ല. ലെഗ് വർക്കൗട്ട് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ലെഗ് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പോഡ്കാസ്റ്റ്. പക്ഷെ അഖിൽ ചെയ്യുമ്പോ പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങള് എത്ര 110 ഞങ്ങള് എത്രയിലോ 35 കിലോ 35 kg കുറച്ച് നമ്മളെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് അല്ല അന്ന് എടുത്ത് വെച്ചില്ലായിരുന്നല്ലേ? കുറച്ചുണ്ട്. ഞാൻ എന്റെ ക്ലയൻസിന്റെ ഫോട്ടോസ് എടുത്ത് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞ എടുത്ത് ഇടാറില്ല. ബിക്കോസ് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ചെയ്യണത് ഇപ്പൊ ഞാൻ അഖിലിനെ ചെയ്യിപ്പിച്ചതും ഞാൻ എന്റെ ക്ലയൻസിനെ ചെയ്യിപ്പിക്കുന്നത് അവരവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. എടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് പോസ്റ്റിങ് മിക്ക ജിമ്മിലും ചെല്ലുമ്പോ തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് പോകും. ഇനി ഈ കാർഡിയോന്റെ ഞാൻ പറഞ്ഞല്ലേ, കാർഡിയോ ഇവനെ കൊണ്ട് 3 മാസം ചെയ്തിട്ട് ഇവനെ ഭയങ്കര കറക്റ്റ് ആയിട്ടല്ല ഫോളോ അപ്പ് ചെയ്തത്. ഈ കുറച്ച് സാധനം അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കാർഡിയോ ചെയ്ത് നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ ഇല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് ചിലർ പട്ടിണി കിടക്കും. അതെ, ഇപ്പൊ ഞാൻ ഡയറ്റ് എടുക്കുമ്പോ
അപ്പൊ പട്ടിണി എടുക്കുമ്പോ എന്താ നമ്മുടെ ന്യൂട്രീഷൻ ഒട്ടും നല്ല ന്യൂട്രീഷൻ ആണ്. ഡയറ്റ് എടുക്കുക പറഞ്ഞാൽ പട്ടിണി ഇരിക്കാന്നുള്ള. ആ അപ്പൊ ഞാൻ ഡയറ്റ് എടുത്ത് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ 6 നേരം കഴിക്കുമ്പോൾ ആൾക്കാർ ഇത് എന്ത് ഡയറ്റ്, ഡയറ്റ് ആണ്. ഇതാണ് ഡയറ്റ്. അല്ല അപ്പൊ അങ്ങനെ കുറച്ചപ്പോ വെയിറ്റ് നമ്മൾ കുറച്ചപ്പോ വരില്ല. ഇല്ല നമ്മള് 6 നേരം കഴിച്ച് വെയിറ്റ് കുറച്ചപ്പോഴും ഇനി അങ്ങനെ അതിക്ക് മുന്നേ നമ്മളൊന്നും കഴിക്കാതെ വെയിറ്റ് കുറച്ചുള്ള ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട് അല്ലെ. നമ്മള് 6 നേരം ഭക്ഷണം കഴിച്ച് വെയിറ്റ് കുറഞ്ഞപ്പോ എങ്ങനെ ഫീൽ ആയത്? നമുക്ക് എനർജി ഡ്രോപ്പ് വരില്ല ഒന്നാമത്തെ കാര്യം. അതെ. രണ്ടാമത്തെ കാര്യം നമ്മള് ബേൺ ഔട്ട് ആവില്ല. ആ. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ കുറയ്ക്കുന്ന വെയിറ്റ് ആ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് തിരിച്ച് കയറില്ല. കേറില്ല. കാരണം വെച്ചാൽ നമ്മള് ഓരോ ടൈം ഇന്റർവെൽ പട്ടിണി കിടന്ന് കുറക്കൂലേ അവരുടെ ബോഡി ആക്ച്വലി മാൽ ന്യൂട്രീഷൻ, ന്യൂട്രീഷൻ ഇല്ലാതെ വരുമ്പോൾ മസിൽസ് വീക്ക് ആണ്, മസിൽ വേസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി അവർക്ക് അത് കണ്ടിന്യൂ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട് മസിൽ ബോഡി, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഭക്ഷണം ഇല്ലാതെ നിൽക്കേണ്ട ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആ ലിമിറ്റ് കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 30 to 45 days വരെയൊക്കെ നിൽക്കും ഭക്ഷണം കഴിക്കാതെ, വെള്ളവും അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിച്ച് നിൽക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ അത് ബ്രേക്ക് ഡൗൺ ആവും. അത് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മൾ പിന്നെ കഴിക്കാൻ നമ്മൾ വലിച്ചു വാരിയേക്കും കഴിയും. അപ്പൊ ഭയങ്കര തിരിച്ചു കയറും. അപ്പൊ ഒന്നാമത് ഫാറ്റ് അല്ല കുറഞ്ഞത്, വെയിറ്റ് കുറയുമ്പോൾ വാട്ടർ ഡീഹൈഡ്രേഷൻ ആണ് ബോഡി നടന്നത്. ഇനി നമ്മളെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അത് തിരിച്ച് റഷ് ആവും. അപ്പൊ നമ്മള് വോണ്ടിന്റെയും ബൾക്കി ഇതിലേക്ക് വരും. അത് ഞാൻ പറഞ്ഞത്. കാരണം ഈ നമ്മള് ഇപ്പൊ മിക്ക സ്ഥലത്തും കുറെ റിസർച്ചസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫാസ്റ്റിംഗ് ഇപ്പോ ഇത്ര അവേഴ്സ്, അത് ഇത്ര അവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് 72 hours വരെയൊക്കെ മാക്സിമം ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളതാണ് ഇപ്പോൾ റിസർച്ചസ് നടക്കുന്നത്. ഓക്കെ, അതിന് 72 hours വരെ മാക്സിമം ഒന്നും ഭക്ഷണം കഴിക്കാതെ ഈവൻ വെള്ളം കുടിക്കാതെ വരെ നിൽക്കാന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാരണം അങ്ങനെ വരുമ്പോ ഈ ഫാസ്റ്റിംഗ് വർഷത്തിൽ ഒരു പ്രാവശ്യമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതാണ്. അത് ചിലപ്പോ നമ്മുടെ ഉള്ളിലെ ബാക്ടീരിയാസ് റിമൂവ് ചെയ്യാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ബാക്ടീരിയസ് റിമൂവ് മാത്രമല്ല നമ്മുടെ സെല്ലുകൾ റീജനറേറ്റ്. ഇപ്പൊ ഈ ജിമ്മിൽ നമ്മളിവിടെ വരുന്നതിന് മുന്നേ പോയിട്ടുള്ള ജിമ്മുകളാണെങ്കിലും അവര് കാർഡിയോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ആഫ്റ്റർ 20 എല്ലാവരും ചെയ്ത് തുടങ്ങണം. ബേസിക് ആയിട്ടുള്ളത് ബോഡി ബിൽഡിംഗ് അല്ല നമ്മൾ പറയുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് അവൻ വീക്ക് ആണെങ്കിൽ ഈവൻ 12 yearsലോട്ട് സ്റ്റാർട്ട് ചെയ്യാം, ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ആ ഒരു ഈ സാധനം വരില്ല. ഇപ്പോഴത്തെ ജനറേഷൻ വൈസ് ആണെങ്കിൽ പിള്ളേരെ, എല്ലാ പിള്ളേരെയും ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അവർക്ക് മീൻസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കണത് നല്ലതാണ്. കാരണം എല്ലാവരുടെയും ഫുഡിങ് മീൻസ് അവർക്ക് ന്യൂട്രീഷൻ ജോലി ഇന്നുള്ള പഠിക്കണ പിള്ളേര് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡിലേക്കൊക്കെയാണ് മെയിനായിട്ട് എല്ലാ ഫാമിലീസിലും കണ്ടുപോകുന്നത്. കാരണം അവർക്ക് ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് അവർക്ക് എന്താണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. ടേസ്റ്റി ഫുഡാണ് എല്ലായിടത്തും. എൻ്റെ ഇപ്പൊ ഒരു ടൗണിൽ നോക്കി എത്ര റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇല്ലേ? ഇതെല്ലാം ഫോക്കസ് ചെയ്യണ യങ്സ്റ്റേഴ്സിന്റെയും ഈവൻ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ ആൾക്കാർ ഈ ടേസ്റ്റി ഫുഡ് കഴിക്കുമ്പോൾ അതിലേക്ക് അഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അൽഫാം അപ്പൊ ഹെൽത്തി ആവാം. ഇപ്പം ഒട്ടും ഹെൽത്തി അല്ല. എത്ര വട്ടം പിടിച്ചിടിച്ചിരുന്ന ഒരു എക്സാമ്പിൾ പറയാം, ഒറ്റ എക്സാമ്പിൾ പറയാം. നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കണ ഒരു സാധനവും ഹെൽത്തി അല്ല. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നോർത്തോ, ഈ ഇപ്പൊ നമ്മൾ ഒരു 2-3 ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അറിയണ സ്ഥലങ്ങളുണ്ടാവും. നമ്മൾ ഏത് ഹോട്ടലിൽ പോകണമെന്ന് നമ്മളെങ്ങനെ ചൂസ് ചെയ്യണം? അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, നമുക്ക് അവിടെ പോടാം. അപ്പൊ കളറല്ല, ടേസ്റ്റ് ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് കയറുള്ളൂ. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം പറയാം. നമുക്ക് ടേസ്റ്റ് മേക്കേഴ്സ് എന്താണെന്ന് അറിയോ? അത് അജിനോമോട്ടോ, ആർട്ടിഫിഷ്യൽ പോട്ടെ, നമ്മള് മസാലകൾ എങ്ങനെയാണ് ടേസ്റ്റി ആവുന്നത്? അതിനെ ഓയിലാണ് താളിച്ചെടുക്കുന്നത് അല്ലേ? ഈ ഓയിൽ കുക്ക് ആകുമ്പോൾ അത് ഹീറ്റ് ആകുമ്പോൾ തന്നെ അതിന്റെ സാച്ചുറേഷൻ റേറ്റ് മാറുന്നതാണ്. ഇനി നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യണത് ടോക്സിക് ആക്കുന്നത് എന്താണെന്ന് പറയും? ഷുഗർ ആൻഡ് ഓയിൽ. ഓക്കെ, ഷുഗറും ഓയിലുമാണ് നമ്മുടെ ബോഡിയിൽ പോയിസൺ നമ്മുടെ ബോഡിയിൽ കയറുന്നത്. ഈവൻ ക്യാൻസർ സെല്ലുകൾ ഫോം ആവുന്നത് ഷുഗർ കൺസപ്ഷൻ കൂടുമ്പോഴാണ്. ബോഡിയിൽ ഇൻസുലിൻ്റെ ഇത് കുറയുമ്പോൾ ഷുഗർ കൺസപ്ഷൻ കൂടുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓട്ടോമാറ്റിക്കലി ഷുഗർ പെർസെൻറ്റേജ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സെല്ലുകളെ അത് ഫംഗസ് ചെയ്യും. ഓക്കെ, അപ്പൊ ക്യാൻസേഴ്സ് ഫോം ആണത് ഷുഗർ കൺസപ്ഷന്റെ ലെവലാണ്. അങ്ങനെ അത് ഇല്ലാത്തൊരു ഇതാണ് ആൾക്കാർ. ഇനി അവർക്ക് ടേസ്റ്റ് പറയുമ്പോൾ അതിൽ ഒന്നെങ്കിൽ ഓയിൽ കൂടുമ്പോഴോ അല്ലെങ്കിൽ മധുരം കൂടുമ്പോഴായിരിക്കും അത് ടേസ്റ്റ് ആവുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ടേസ്റ്റി ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് മീറ്റ്, നമുക്ക് ഇപ്പോൾ എഗ് എടുത്തോ, ഒരു പുഴുങ്ങിയ മുട്ട, എല്ലാവരും പറയും മുട്ട നല്ലതാണ്. ഇനി ഒരു ബുൾസൈ അല്ലെങ്കിൽ ഓംലെറ്റ്,
ഓക്കെ, ഇതിൽ ഏതാണ് ടേസ്റ്റ്? പുഴുങ്ങിയ മുട്ടയാണോ അല്ലെങ്കിൽ ഓംലെറ്റ് ആണോ? ഞാൻ ഇത് പറഞ്ഞിട്ട് നാളെ എന്നെ കൊണ്ട് ഇല്ല ഇല്ല, ഞാൻ ടേസ്റ്റ് ഏതാ കഴിച്ചത്? നമ്മൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവല്ലോ. ഓംലെറ്റ് ഓംലെറ്റ് അല്ലേ? എന്നാ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്? ഓയില എണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. ഇനി പുഴുങ്ങിയോട്ട എന്തിലാ എങ്ങനെ ഉണ്ടാവണം? എങ്ങനെ നമ്മൾ പുഴുങ്ങി വെറുതെ വെള്ളത്തിൽ അതിന് ഒരു വേണമെങ്കിൽ ചിലപ്പോൾ ഉപ്പിടും അല്ലേ? എന്നാൽ ഗുണം പുഴുങ്ങിയ മുട്ടക്കാണോ? ഇതിന് ഗുണമില്ല. ഇനി ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കന് പുഴുങ്ങിയ ചിക്കനും എനിക്ക് ടേസ്റ്റ് എനിക്ക് പുഴുങ്ങിയൊക്കെ ഇഷ്ടം. ആണോ? ഓക്കെ ഓക്കെ, അങ്ങനെ ആയിരിക്കാം. അത് എങ്ങനെ ഇഷ്ടപ്പെട്ടതെന്നും കൂടി പറ. അത് ഇവിടെ വന്നിട്ട് ബ്രോസ്റ്റ് കഴിച്ചെന്ന് പറഞ്ഞാൽ പുഷപ്പ് അടിക്കില്ല. അല്ല, നമുക്ക് വെയിറ്റ് കൂടി, അപ്പൊ എങ്ങനെ വെയിറ്റ് കൂടി ബ്രോസ്റ്റഡ് കഴിച്ചിട്ട് എന്ന് പറയുമ്പോഴാണ് നമ്മള് അന്ന് മാറ്റി പിടിക്കുന്നത് കൊണ്ട് പുഴുങ്ങി കഴിക്കാൻ പറഞ്ഞു ഇല്ലേ? എന്നാൽ ടേസ്റ്റ് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. അല്ല അതാ ഞാൻ ഓക്കെ, ഇനി BDF എല്ലാരും അല്ല അതുകൊണ്ട് പറയുമ്പോ ക്ലിയറായിട്ട് പറഞ്ഞല്ലോ. വേണ്ട, പഴങ്കഞ്ഞി, ചോറും ഈ പറഞ്ഞ മന്തി റൈസും, ഇതില് ഏതാണ് ടേസ്റ്റ്? മന്തി. പഴങ്കഞ്ഞി മന്തി അല്ലേ? മന്തി കൊള്ളൂല, മന്തി കൊള്ളത്തില്ല, സത്യം ഇടും. അത് അതിന്റെ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കി. ഇനി പഴങ്കഞ്ഞി, ചോറ് നല്ലതാണ് ആക്ച്വലി. റൈസ്, ബ്രൗൺ റൈസ് ആണെങ്കിലും വൈറ്റ് റൈസ് ആണെങ്കിലും രണ്ടിന്റെയും സ്കെയിൽ റേഷ്യോ ചെയ്യും. വെയിറ്റ് കുറയ്ക്കാണ്ട് ആദ്യം ചെയ്യണത് ഈ ചോറ് അങ്ങോട്ട് ഒഴിവാക്കും. അതാണ് ഏറ്റവും വലിയ. അത് ഞാൻ പറയാം, ചോദിച്ചാൽ നന്നായിട്ടാ. ഞാൻ പറയാം, ഈ ചോറ് നമ്മൾ കഴിക്കുമ്പില്ലേ, ചോറിനൊപ്പം കറികൾ കണ്ടിട്ടുണ്ടോ? കറികൾ എന്താ കഴിക്കണത്? എല്ലാം കഴിക്കാമല്ലോ. അല്ല, കറികൾ എങ്ങനെയാണ്? കുറവും ചോറ് കൂടുതൽ. കറി എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? കറി എന്ന് പറയുമ്പോഴത്തേനും ഗ്രേവി എങ്ങനെയാ ഉണ്ടാവുന്നത്? ഈ എണ്ണയിലൊക്കെ തളിച്ച മസാലയൊക്കെ ടേസ്റ്റ് മേക്ക് ചെയ്തിട്ടാണ് ഗ്രേവി ഉണ്ടാവുന്നത് അല്ലേ? ഇനി ചോറ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് റൈസ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ് നല്ലതാണ്. ഇനി ഈ നമ്മൾ ചോറ് കട്ട് ചെയ്യുമ്പോൾ, വെയിറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോറ് നിർത്തിയിട്ട് ചപ്പാത്തി ആക്കും. ഇനി ചപ്പാത്തി ആക്കിയിട്ട് അതും ഈ പറഞ്ഞ ചാറിൽ മുക്കിയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വെയിറ്റ് ഇപ്പോൾ വാട്ടർ കണ്ടൻഷൻ ബോഡിയിൽ ഈ ചോറ് നിർത്തുമ്പോൾ വറ്റുമ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇപ്പോൾ ഡയറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ചോറ് നിർത്തിയിട്ട് പച്ചക്കറികൾ, താളിച്ച പച്ചക്കറി കഴിച്ചാൽ അത് ഗുണം ചെയ്യില്ല ആക്ച്വലി. അല്ലെങ്കിൽ ചോറിനെ ചപ്പാത്തി വെച്ച് റീപ്ലേസ് ചെയ്താലോ? എന്നിട്ടും കാര്യമില്ല, കാര്യം എന്നിട്ട് പിന്നെ ചാറ് മുക്കിയല്ലേ ചപ്പാത്തി കഴിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഫാറ്റ് പെർസെന്റേജ് പറയണത്? അതൊക്കെ ഒരു വലിയ മിസ്കൺസെപ്ഷൻ. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കറികളാണ് മാറ്റേണ്ടത്. ചോറ് കഴിച്ചോ, തൈര് കഴിച്ചോ, ഇനി നമുക്ക് പച്ചക്കറികൾ സാലഡായിട്ട് പച്ചക്കറി കഴിക്കാം. ഇനി റോ ആയിട്ട് കഴിക്കാൻ പറ്റുമോ റോ ആയിട്ട് തന്നെ കഴിക്കാം. ഇനി ലീഫി വെജിറ്റബിൾസ് സ്റ്റീം ചെയ്ത് കഴിക്കാം. അപ്പൊ ഫൈബർ കൂടും. ഓക്കെ, നമ്മൾ അതിന്റെ ഗുണങ്ങൾ പോവാതെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ ഇല്ല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് ചിക്കൻ ബീഫ്. അപ്പൊ പല ഇതിലും ഞാൻ വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ചിലര് വന്നിട്ട് പറയുന്നത് ബീഫ് കഴിച്ചാൽ മതി, ബീഫ് മാത്രം. എല്ലാ മീറ്റ്സിലും അതിന്റെ പ്രോട്ടീൻ്റെ അളവ് ഉണ്ട്. ചിക്കനേക്കാളും ചിക്കനിലും ബീഫിലും അല്ലെ, ബീഫിലും പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഇനി അത് കഴിക്കേണ്ട രീതികളിലാണ് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ബീഫ് കഴിക്കാൻ പാടുന്ന ആരും പറഞ്ഞില്ല. ഇനി ബീഫ് കഴിക്കുമ്പോൾ BDF ആയിട്ടല്ല കഴിക്കേണ്ടത്. അത് നമുക്ക് സ്റ്റീക്ക് കഴിക്കുന്നില്ലേ? അപ്പൊ അതില് മസാല ഇല്ലാതെ നമ്മൾ സ്റ്റീം ചെയ്ത് ബോയിൽ ചെയ്ത് കഴിക്കാം. നമ്മളിപ്പോ ഡയറ്റില് ചിക്കൻ കഴിക്കുന്ന പോലെ സ്റ്റീക്ക് ആയിട്ട് കഴിക്കാലോ അല്ലെ? പിന്നെ ഫാറ്റ് പെർസെന്റേജ് ഇതിൽ കൂടുതലാണ്, ബീഫിൽ കൂടുതലാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിക്കൻ ബ്രസ്റ്റില് ഫാറ്റ് ഒട്ടുമില്ല, അതിൽ പ്രോട്ടീൻ മാത്രമല്ല. അതുകൊണ്ടാണ് ചിക്കൻ ബ്രസ്റ്റിലേക്ക് എല്ലാവരും പോണത്. ബീഫിലും പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ കൊളസ്ട്രോൾ കൂടുതലാണ്, ഫാറ്റ് പെർസെന്റേജ് ഉണ്ട്. ഫാറ്റ് വേണ്ടേ ആക്ച്വലി? ഓക്കെ, അതിന് നമുക്ക് എന്താ കഴിക്കാം? അതില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓയിൽ കഴിക്കാം. ഓയിൽ പക്ഷെ കുക്ക് ചെയ്തല്ല കഴിക്കേണ്ടത്, റോ ആയിട്ട് നമുക്ക് അതിനെ ഡ്രസ് ചെയ്ത് കഴിക്കാം. ഫോർ എക്സാമ്പിൾ സാലഡ്സ് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് പച്ചക്കറികൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ വെറുതെ തളിക്കാം, വെറുതെ ഒരു ടീസ്പൂൺ കുടിക്കാം ഓയിൽ. ഒലിവ് ഓയിലൊക്കെ ബെസ്റ്റാണ്. ബട്ട് അത് നമ്മൾ ഒലിവ് ഓയിൽ ബെസ്റ്റാന്ന് പറയുമ്പോൾ ആൾക്കാർ പോയിട്ട് ഒലിവ് ഓയിൽ കുക്ക് ചെയ്ത് കഴിക്കും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഓക്കെ, കാര്യം ഒലിവ് ഓയിൽ കലോറി ഉണ്ട് ഓൾറെഡി. ഇനി നമുക്ക് അത് റോ ആയിട്ട് കഴിച്ചാൽ അത് ഗുണം ചെയ്യുള്ളൂ. അത് ചൂടാക്കി അല്ലെങ്കിൽ അതിനെ നമ്മൾ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അതിന്റെ സാച്ചുറേഷൻ അവിടെ നിന്ന് മാറണേന്. അപ്പൊ അത് നമുക്ക് ടോക്സിക് ആവും. എല്ലാം കഴിക്കേണ്ട രീതികളിൽ കഴിച്ചാൽ നമുക്ക് ബോഡിയിൽ അത് ഹാർംഫുൾ ആവില്ല. അതാണ് ഇപ്പൊ നമുക്കൊരു ആണും പെണ്ണും എടുത്തല്ലേ, ഓക്കെ, ഇപ്പൊ മെൻ ആൻഡ് വുമൺ. അപ്പൊ ഇതെടുത്ത് കഴിയുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും മസിൽ റിക്കവറി ആണെങ്കിലും രണ്ടും ആണും പെണ്ണാണെങ്കിലും അതിലും കാറ്റഗറൈസ് ചെയ്യാനുണ്ട്. അവർക്ക് ഹൈറ്റ്, ഇനി ഐഡിയൽ വെയിറ്റ്, അതെല്ലാം നോക്കിയിട്ട് വേണം. ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും ഇപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള ആൾക്ക് ന്യൂട്രീഷൻ വാല്യൂ വേറെ ആയിരിക്കും, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ന്യൂട്രീഷൻ വാല്യൂ വേറെ ആയിരിക്കും. ഇനി മിഡിൽ ഹൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ അവരുടെ ബോഡി ടൈപ്പ് എല്ലാം നോക്കിയിട്ട് വേണം അവർക്ക് ന്യൂട്രീഷൻ കഴിക്കാം. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് അവർ പറയുന്ന ഡയറ്റ് അതുപോലെ ഒരു കാര്യമില്ല. അത് ആക്ച്വലി ഹാർംഫുൾ ആണ് ആക്ച്വലി അവർ ചെയ്യണം. അയാൾക്കുടെ ബോഡിക്ക് അയാൾക്കുടെ ഹൈറ്റ് അനുസരിച്ച് ഐഡിയലായിട്ട് ഉള്ള ന്യൂട്രീഷൻ എല്ലാ കൺട്രോൾ കൺസംപ്ഷൻ വരുന്നെങ്കിൽ അയാൾക്കത് ഹാർംഫുൾ ചെയ്യും.
അത് അപ്പൊ ഇപ്പൊ ഒരു അണ്ണിന് കൊടുക്കുന്ന വർക്കൗട്ടും പെണ്ണിന് കൊടുക്കുന്ന വർക്കൗട്ടും വ്യത്യാസം ഉണ്ടാവും. ഇനി അവർക്കുടെ ഹെൽത്തും അവർക്കുടെ എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട്. പ്രോട്ടീൻ ഇൻടേക്കിൽ വ്യത്യാസം വരും ഉണ്ടാവും. ഹൈറ്റ് വെയിറ്റ് അനുസരിച്ച് അല്ലേ പ്രോട്ടീൻ കൺസിസ്റ്റൻ പറഞ്ഞു. അല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ഐഡിയൽ മാനും പറയാലോ, ഇപ്പൊ ഒരു ഞാൻ പറയാം, അത് നേരത്തെ പറഞ്ഞില്ല, അഖിലിന്റെ വെയിറ്റ് എത്രയെന്ന് പറഞ്ഞാൽ ഐഡിയൽ വെയിറ്റ് എത്ര പറഞ്ഞാൽ 65 അല്ലേ. നീ 60 kg to 65 അയാൾ നിങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് അല്ല ഉദ്ദേശം. അയാൾ ഹെൽത്തി ആവാനാണെങ്കിൽ അയാളുടെ ബോഡി വെയിറ്റ് ഇൻടു 1.5 ചെയ്താൽ മതി. ഇനി ജിം എന്തെങ്കിലും വർക്കൗട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്ടിൽ ഇൻവോൾവ് ആണ്, എക്സസൈസ് ഫോർ ഹെൽത്തിന് വേണ്ടി മാത്രം ചെയ്യണ ഒരാളാണെങ്കിൽ, ബോഡി ബിൽഡിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യാം. ബോഡി വെയിറ്റ് ഇൻറ്റു 2 ചെയ്താൽ മതി. അല്ലെങ്കിൽ ബോഡി വെയിറ്റിനെ ഇൻറ്റു പൗണ്ടിലേക്ക് ആദ്യം മാറ്റിയിട്ട് അതിനെ ഇൻറ്റു 10 or 11 ചെയ്യാം. അതാണ് പ്രോട്ടീൻ്റെ കൗണ്ട് വരുന്നത്. ഇപ്പൊ പ്രോട്ടീൻ അപ്പോൾ 60 ആണെങ്കിൽ ഇൻറ്റു 2 ചെയ്തോ, എത്രയാണ് 120 gram. 1 to 20 gram പ്രോട്ടീൻ പെർ ഡേ നിന്റെ ബോഡിയിൽ കൺസപ്ഷൻ വരണം. ഞാൻ പറയുന്നത് പ്രോട്ടീൻ ആണ്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എല്ലാരും പറയുന്നത് പ്രോട്ടീൻ മാത്രമല്ല, വേറെന്താ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് എനർജി തരുന്നത് ആക്ച്വലി. ഓക്കെ, ഇനി ഗുഡ് ഫാറ്റും വേണം ബോഡിയിൽ. അതുകൊണ്ട് ഫാറ്റ് വേണം ബോഡിയിൽ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, ഫാറ്റ് വേണം, ഇനി കാർബോഹൈഡ്രേറ്റ് വേണം, ഇനി പ്രോട്ടീനും വേണം. ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ന്യൂട്രീഷൻ വേണ്ട കാര്യം. ഓക്കെ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഉണ്ടാവേണ്ട കാര്യം സംഭവങ്ങൾ. ഇനി ഏത് ഭക്ഷണത്തിലും ഏത് പ്രൊഡക്റ്റിലും, മീറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതിനൊരു വാല്യൂ റിസർച്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു മുട്ട, ഒരു 100 gram ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ അതിൽ ഇത്ര ഗ്രാം പ്രോട്ടീൻ എത്രയുണ്ടാവും? ഒരു 100 gram ചിക്കനിൽ നമുക്ക് നിയർലി 20 to 25 gram പ്രോട്ടീൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും, അതിൻ്റെ മിനറൽസ് ഉണ്ടാവും. അതെല്ലാം ഒരു വാല്യൂ, ന്യൂട്രീഷൻ വാല്യൂ. ഇപ്പോൾ നമ്മളൊരു പാക്കറ്റ് എന്തെങ്കിലും പാക്കറ്റ് ഫുഡ് മേടിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വാല്യൂ അത് നോക്കി മേടിക്കും. പക്ഷെ പാക്കറ്റ്സ് ഫുഡ് ഒന്നും നല്ലതല്ല. അതിൽ എന്തായാലും പ്രിസർവേറ്റീവ്സും അങ്ങനെയുള്ള ടേസ്റ്റ് മേക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടേക്കും പാക്കറ്റ്സ് വരുന്നത്, അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ പാക്കറ്റ് ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിള്ളേർക്ക് വരെ പിള്ളേരുകൾ ഈ ചിപ്സും മറ്റേ ലേസും അതെല്ലാം മേടിച്ച് കഴിക്കണത് നല്ലതല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഡയറ്റ് കോക്ക് നമ്മൾ നാച്ചുറലി കിട്ടുന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റം അത് എത്ര നാൾ പുറത്ത് റോ ആയിട്ടിരിക്കും? കുറച്ചാൾ അല്ലേ, അതിനൊരു പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചീത്താവും. അതുപോലെ ഇപ്പോൾ ഈ ഡയറ്റ് കോക്ക് എത്ര നാളായിട്ട് നിൽക്കണമായിരിക്കും അറിയോ? അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചീത്താവാതിരിക്കാനുള്ള എന്തെങ്കിലും കെമിക്കൽ ആഡ് ആയിരിക്കും, പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ആഡ് ആയിരിക്കും. അപ്പോൾ പ്രിസർവേറ്റീവ്സ്, അതുകൊണ്ട് പാക്കറ്റ് ഫുഡ് പറഞ്ഞത് എല്ലാം ചീത്താവാതിരിക്കേണ്ടി അവർ എന്തായാലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. നാച്ചുറൽ എന്ന് പറഞ്ഞാലും അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ എന്ത് കെമിക്കൽ, ഇനിയിപ്പോൾ കെമിക്കൽ നമ്മൾ ഡ്രഗ്സ് തന്നെ ആവണമെന്നില്ല, ഇതും ആക്ച്വലി കെമിക്കൽസ് ആണ്. ഇതും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി, ലിവർ, കിഡ്നി, ലിവർ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൽ എഫക്റ്റ് ചെയ്യും. ചില ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലാതെ മെഡിസിൻ ഇപ്പോൾ ഡ്രഗ്സ് മാത്രമല്ല നമുക്ക് ബോഡി ടോക്സിക് ആകുന്നത്. ഈ പറഞ്ഞ പാക്കറ്റ് ഫുഡ്സും ആക്ച്വലി ചില വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ കഴിഞ്ഞ സ്റ്റെപ്പ് പോയ ഒരു വീഡിയോ ഉണ്ടത്, വേ പ്രോട്ടീനോ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ഡയറ്റ് കോക്കിലൂടെ. അതാണ് എന്ത് പറയാനാണ് ഇങ്ങനെ ചെയ്യണ ആൾക്കാർ ചിന്തിക്കുന്നില്ല. ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ്. കുറച്ച് നാളായിട്ട് ഇപ്പൊ ഈ ജിമ്മിൽ കൊളാപ്സ് ചെയ്യില്ല ചില ആൾക്കാർ, ഡെപ്ത് വരും. അപ്പൊ അത് പൊക്കി പിടിച്ചിട്ട് ഈ മറ്റേ ടീം തന്നെ പിന്നെയും വരും. വേ പ്രോട്ടീൻ അടിച്ച കിഡ്നി അടിച്ചോ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ജിമ്മിൽ പോവാത്ത ആൾക്കാർ മരിക്കുന്നില്ലേ, കൊളാപ്സ് ആയിട്ട് മരിക്കുന്നില്ലേ? ഇല്ലേ, ആവുന്നുണ്ട്. പക്ഷെ അതാരും നോട്ട് ചെയ്യാനില്ല. ജിമ്മിൽ പോയിട്ട് തളറിങ്ങി വീണ് അവന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വീക്കായി ചിലപ്പോൾ അവർക്ക് ജനറ്റിക്കലി കിട്ടുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ അവൻ ജിമ്മിൽ വന്ന് ചേർന്നേക്കണത് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ടായിരിക്കുമല്ലോ അവൻ ജിമ്മിൽ വന്ന് ചേർന്നേക്കണത്. ഇല്ലേ, ഇപ്പോൾ ഒറ്റക്കൊക്കെ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും, ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജിമ്മിൽ പോയിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ അവർ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ആയിരിക്കും ജിമ്മിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മുകളിൽ ട്രെയിനേഴ്സ് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ മാത്രം ജോയിൻ ചെയ്ത് 2-3 ദിവസമേ അവർക്ക് ഗൈഡൻസ് കൊടുക്കും. പിന്നെ ഗൈഡൻസ് ചോദിച്ചു തന്നാൽ അവർ പറയും പേഴ്സണൽ ട്രെയിനിങ് എടുക്കാതെ. ഇതാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർ പേഴ്സണൽ ട്രെയിനിങ് എടുക്കും. അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ വരുമ്പോൾ തന്നെ പോയി വെയിറ്റ് എടുത്ത്, അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ പോയി ട്രെഡ്മില്ലിൽ കയറി ഓടിയാൽ ആൾക്കാരുടെ ബോഡി ആ പെർട്ടിക്കുലർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് നേരത്തെ പ്രശ്നമുള്ള ഒരാളായിരിക്കാം. അങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് കുറേ വെയിറ്റ് എടുത്ത് പൊക്കുകയോ പ്രോപ്പർ വാമപ്പ് ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അപ്പോൾ ഹാർട്ടിലേക്കായിരിക്കും അത് എഫക്ട് ചെയ്യണത്. ആ ബ്ലഡ് പ്രഷർ നമുക്ക് വേരിയേഷൻ പറഞ്ഞതല്ലേ, ഫ്ലക്ച്വേറ്റഡ് ആവും. പെട്ടെന്ന് സഡൻ റൈസ് വരുമ്പോൾ നമുക്ക് അറ്റാക്ക് വരും.
ഇത് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ചെയ്യണോണ്ടിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ. നമുക്ക് ലാസ്റ്റ് അതിന്റെ പേരായി ആശാൻ എന്താ അഡ്വൈസ്? ഇപ്പൊ ഒട്ടും വർക്കൗട്ട് ചെയ്യാത്ത ഒരാളെന്താന്ന് വിചാരിക്കും, അയാൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു മോട്ടീവ് ഉള്ളൂ, പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓക്കെ, ആദ്യം തന്നെ അയാളുടെ ബോഡീനെ പറ്റി പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും അയാൾക്ക് ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എന്നാൽ നമുക്ക് ബേസിക്കലി നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഒരാൾ ഒരു പെർഫെക്റ്റ് ആവല്ലോ ഒരിക്കലും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ഗൈഡൻസ് കൂടെ ഒരു ന്യൂട്രീഷൻ വാല്യൂസിനെ കണ്ടിട്ട് ന്യൂട്രീഷൻ വാല്യൂ അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഡയറക്റ്റ്ലി പോയിട്ട് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാൻ ആരെങ്കിലും പറയില്ല. അങ്ങനെ എന്നിട്ട് അവർ ഹെൽത്തി നാച്ചുറലി അവർ ആ ഭക്ഷണ രീതികൾ പ്രോപ്പറായി കഴിയുമ്പോഴത്തേനും അവർ ഹെൽത്തി ഫീൽ വരും. എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. ഏത് ജിമ്മെന്നല്ല, ഏതൊരു എക്സസൈസിൽ ഇൻവോൾവ് ആവുന്നതിന് മുന്നേ തന്നെ അവർ ഡയറ്റിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാതെ എന്നിട്ട് കാര്യമില്ല, അതിൽ ഒട്ടും റിസൾട്ട് കിട്ടില്ല. നമ്മൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് ആണ് മെയിൻലി ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ ഭാഷനെ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ലെഗ് നമ്മൾ സ്കിപ്പ് ചെയ്തെന്നുള്ളൂ പോലെ ഞാൻ പണി വെച്ചിട്ടില്ല. ലെഗ് ഒന്നും ഒരു ഞാൻ ഇവിടെ ലെഗ് ഇല്ലായിട്ട് വരുന്നുള്ളൂ.